പിതാവേ കനിയണമേ. എൻ്റെ ഉള്ളം പിടയുന്നു പിതാവേ, എന്താണെന്ന് അടിയങ്ങൾ അറിയുന്നില്ല. അടിയൻ്റെ ശരീരമാസകലം വല്ലാതെ പിടയുന്നു. അടിയങ്ങൾക്ക് അവിടുന്ന് തക്കതായ മറുപടി നൽകി അവിടുന്ന് സഹായിക്കണമേ പിതാവേ. കൃപ തോന്നണമേ, അടിയനോട് കരുണ ചെയ്യണമേ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവൻ ആകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നിന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജയാണ് ദൈവപുത്രൻ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, ഞാനിതെന്താ ഈ കേൾക്കുന്നത്? ദൈവമേ, ഞാൻ അവളുടെ അടുത്തോട്ട് പോയതുപോലുമില്ല, എന്നിട്ടും എനിക്ക് സഹിക്കാൻ വയ്യില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല, എങ്കിലും ഒന്ന് കിടന്ന് നോക്കാം. എന്തായാലും ഞാൻ അവളെ തൊട്ടിട്ടില്ല, രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിക്കും. ദാവീദിൻ്റെ മകനായ യോസേഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവനൊരു മകനെ പ്രസവിക്കും, അവനാണ് രക്ഷകൻ, അവന് യേശു എന്ന് പേർ വിളിക്കണം. പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അതാ 3 പേർ വരികയാണ്. എന്താണത്? എന്തോ വിശേഷമുണ്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്ന യേശുവിനെ നമസ്കരിക്കാനായി കിഴക്ക് നിന്നും 3 വിദ്വാൻമാർ രാജകൊട്ടാരത്തിലെത്തി. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. നിങ്ങൾ പോയി ആ യഹൂദന്മാരുടെ രാജകുമാരനെ വണങ്ങണം, എന്നിട്ട് തിരികെ ഇതുവഴി തന്നെ വരണേ, എനിക്കും പോയി വണങ്ങാനാണ്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഇതുവരെ എത്തി. ആരെവിടെ? പോയി യഹൂദന്മാരുടെ രാജാവ് ജനിച്ച സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് വരൂ. മറിയയ്ക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ വേദന കൊണ്ട് പുളയുകയാണ്. യോസെഫ് അവളെ താങ്ങി നിർത്തി. പ്രസവ വേദനയിൽ പുളയുമ്പോഴും യോസെഫ് മറിയയ്ക്ക് ആശ്വാസമായിരുന്നു. യോസെഫ് അവൻ്റെ വസ്ത്രം എടുത്ത് മറിയയ്ക്ക് വേണ്ടി പ്രസവത്തിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തു. അധികം താമസിയാതെ അവൾ ഓമനയായ ഒരു കുഞ്ഞിന് ജന്മം നൽകി. 2 പേരും ആ കുഞ്ഞിനെ എടുത്ത് താലോലിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിയും പുകഴ്ത്തിയും മഹത്വപ്പെടുത്തി. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്ന ആ പിഞ്ചു പൈതലിനെ ലക്ഷ്യമാക്കി നടന്ന് യേശുവിനരികിലെത്തി യേശുവിന് മൂരും പൊന്നും കുന്തിരുക്കവും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കലേക്ക് തിരികെ പോകരുതെന്നുള്ള ദർശനം അനുസരിച്ച് തിരികെ കൊട്ടാരത്തിലേക്ക് പോയി. ഇടയന്മാരുടെ അടുക്കലേക്ക് നോക്കൂ, കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുക്കലെത്തി. ഇടയന്മാരെ, ഭയപ്പെടേണ്ട, ഇന്ന് സർവ്വജനത്തിനുണ്ടാവുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ പോയി കാണുക. വഴിയമ്പലത്തിലെ പശുത്തൊഴുത്തിൽ അവനെ ശീലകൾ പൊതിഞ്ഞ് കിടത്തിയിട്ടുണ്ട്. സന്മനസ് ലഭിച്ചോർക്കു സമാ